Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പിടികൂടാൻ ധീരമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണെന്നും ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കുമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ചെറുകുന്ന പുന്നശ്ശേരിയിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KK ശൈലജ. ആരെങ്കിലും ഈ പോറ്റിയുടെ പകിട്ടിലൊക്കെ വീണുപോയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം തീരുമാനിച്ചതിനും ഇടതുപക്ഷം ഏൽപ്പിച്ച ഉത്തരവാദിത്വം സത്യസന്ധമായി നിർവഹിക്കുന്നതിനും എതിരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും അംഗീകരിക്കുന്നവരല്ല ഇടതുപക്ഷം. അതിന്റെ അർത്ഥം ശബരിമലയാകെ അലങ്കോലായി എന്നല്ല. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ പിടികൂടാൻ ധീരമായ സമീപനം സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്. പണ്ട് ചോറ്റാനിക്കരയിലെ വിഗ്രഹം മോഷ്ടിച്ചപ്പോൾ കണ്ടെടുത്തതും ഇടതുപക്ഷം. ഒരു തരി സ്വർണം ശബരിമലയിലത് കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകുമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. തയ്യാറാകും, ആരെയും വെറുതെ വിടില്ല. ഡിവൈഎഫ്ഐ പാപ്പനശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം ചെറുകുന്ന് പുന്നശ്ശേരിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിലെ മതേതര മൂല്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. BJPയും ജമാഅത്തെ ഇസ്ലാമിയും മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കേരളത്തിൽ UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് നാടിന് ദോഷം ചെയ്യുമെന്നും KK ശൈലജ പറഞ്ഞു. 111 വാർഡുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDF ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. ഇതെല്ലാം അപകടകരമായ സൂചനയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ സമീപിച്ച് എല്ലാ വാർഡിലും ഇടതുപക്ഷം ജയിക്കണം, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തതിൻ്റെക്കാൾ കൂടുതൽ വികസനം വരാനിരിക്കുന്ന ഇടതുപക്ഷ ഭരണസമിതി ചെയ്യും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പ് കൊടുക്കണം. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് കീഴിൽ വന്നാൽ ഈ സോഷ്യലിസ്റ്റ് ആശയഗതി കുറെ കൂടി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. KV ജിതിൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഗോവിന്ദൻ, ഏരിയ സെക്രട്ടറി K നാരായണൻ, ജില്ലാ പഞ്ചായത്ത് ചെറുകുന്ന് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി M ഷിമ, C നിഖിൽ, TE സബിൻ, P ബിജോയ്, P വിദ്യ, സ്വാതി പ്രദീപ്, CV അഖിലേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂരിൽ വ്യാപകമായി UDF പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു. പ്രതിഷേധവുമായി UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. പയ്യന്നൂർ നഗരസഭയിലെ 16, 39, 40, 41 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. സംഭവത്തിൽ UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധമറിയിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPIMൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച തുടർച്ചയായി വന്നുകൊടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരസഭയിലെ 16-ാം വാർഡ്, 39-ാം വാർഡ്, 40, 41 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളെ പ്രചരണ ബോർഡുകൾ തികച്ചും അത് എടുത്തുകൊണ്ടുവന്ന് വാഹനം കൊണ്ടുവന്ന് പൂർണ്ണമായി അത് എടുത്തുകൊണ്ടുവന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ CPIMൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഈ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ തികച്ചും അട്ടിമറിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് പയ്യന്നൂരിലെ LDFൻ്റെ നേതൃത്വം കാണുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിലെ ശക്തമായ തിരിച്ചടി നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ CPIMനകത്ത് അവരുടെ ഉൾപാർട്ടിയിൽ നടക്കുന്ന വലിയ വിഭാഗീയത പൊതുജനം അറിയാതിരിക്കാൻ വേണ്ടിയും ഇതുപോലെ ചർച്ചകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ മറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി പോലും വലിയ കുറ്റം ചെയ്തതിൻ്റെ ഭാഗമായി 20 വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ
ഇതുപോലുള്ള ചർച്ചകൾ പൊതു ഇടങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ബോർഡുകൾ കൊണ്ടുപോവുക, UDF സ്ഥാനാർത്ഥികൾക്കെതിരെ ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തുക, അത്തരം നടപടികളെ മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിനെ ബോധപൂർവ്വം അട്ടിമറിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായും അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകലുണ്ടെങ്കിൽ പോലും അതിനൊന്നും യുക്തമായ മറുപടിയോ നടപടികളോ സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങൾ എന്തേ പരാതി കൊടുക്കാതെ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കൊണ്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനകത്ത് സബ് ഇൻസ്പെക്ടറിന്റെ മുമ്പിൽ പോയി പരാതി നമ്മൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ അന്നൂർ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രകടനവും പൊതുയോഗം അടക്കമുള്ള പരിപാടികളുമായി UDF നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ നമ്മുടെ സഹപ്രവർത്തകർ മുഴുവൻ കെട്ടിയിരിക്കുന്ന ബോർഡുകൾ മുഴുവനും LDFന്റെ ചില ആളുകൾ എടുത്തു മാറ്റിയിട്ടാണ് ഉള്ളത്. ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന ഇത്തരം CPMന്റെ പ്രവണതകൾക്ക് ജനങ്ങൾ ശക്തിയായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് UDFന് പറയാനുള്ളത്. അവർക്ക് തന്നെ ബോധ്യമുണ്ട് 30 വർഷക്കാലം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ട് ഒരു സംഭവം ഇവിടെ നടത്താൻ പറ്റിയിട്ടാ. അവർക്ക് പാർട്ടി വികസിപ്പിക്കാനേ പറ്റിയിട്ടു, പയ്യന്നൂരിനെ വികസിക്കാൻ പറ്റിയിട്ട് അതിൽ അവർക്ക് തന്നെ ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലെ സാമാന്യ ജനം വോട്ടർമാർ 100% അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നതിൽ ഉറപ്പുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. ഒരു കാരണവശാലും ഇവരിപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ അവർ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് എല്ലാ മതിലും നമ്മുടെ ബന്ധുക്കളുമായി ഇവർ ബുക്ക് ചെയ്തിട്ടായില്ലേ. അത് ആടെ എഴുതി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷേ നമ്മൾ ഈ കുഴപ്പത്തിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടാണ്, പയ്യന്നൂരിലെ വോട്ടർമാർക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടായില്ല UDF. അതുകൊണ്ട് ആ ഒരു ബോധം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ സകല തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നാട്ടിൽ സംഘർഷം സൃഷ്ടിക്കാനും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുമുള്ള ശ്രമത്തെ കരുതിയിരിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് UDF പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ A. രൂപേഷ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശസ്ത്രക്രിയാ രംഗത്ത് തിളക്കമാർന്ന നേട്ടവുമായി പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി. ആകെ നടന്ന 374 സർജറികളിൽ 140 എണ്ണവും ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അബ്ദുൾ ജലീലിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. കണ്ണൂർ ജില്ലയിലെ സബ് ഡിസ്ട്രിക്ട് ലെവൽ താലൂക്ക് ആശുപത്രികളിൽ ശസ്ത്രക്രിയാ രംഗത്ത് വൻ കുതിച്ചുചാട്ടവുമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. ഒരൊറ്റ ഓപ്പറേഷൻ തിയേറ്റർ എന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വർഷം പൂർത്തിയാക്കിയത് 374 ശസ്ത്രക്രിയകളാണ്. ആകെ നടന്ന 374 സർജറികളിൽ 140 എണ്ണവും ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അബ്ദുൾ ജലീലിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഈ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഞാൻ 15 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർഷത്തോ ഏകദേശം 1000കണക്കിന് സർജറികൾ, ഹെർണിയ ആയാലും അപ്പൻഡിക്സ് ആയാലും ലാപ്രോസ്കോപ്പിക് ഹെർണിയ അപ്പൻഡിക്സ് സർജറി ആയാലും ഒരുപാട് സർജറികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ കണക്ക് പ്രകാരം ഇത് നിങ്ങൾക്ക് രേഖ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. ടോട്ടൽ സർജറി 374 അത് ഗൈനക്കും സിസേറിയനിലടക്കം. അതിൽ 152 സർജറികളും 152 ജനറൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത സർജറിയാണ്. അതിൽ ഈ 152-ൽ 140ഓളം സർജറികൾ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചില വാർത്തകളൊക്കെ കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്ന രീതിയിലാണ് ഞാൻ ഈ പ്രസ്താവന കൊടുക്കാൻ വേണ്ടി റെഡിയായത്. സ്വകാര്യ ആശുപത്രികളിൽ വൻ തുക ചിലവ് വരുന്ന ഹെർണിയ ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ ഇവിടെ സാധാരണക്കാർക്ക് സൗജന്യമായാണ് നടത്തുന്നത്. നിലവിൽ ഒരു ശസ്ത്രക്രിയാ മുറി മാത്രമേയുള്ളൂവെങ്കിലും ഓരോ വിഭാഗത്തിനും പ്രത്യേക ദിവസങ്ങൾ നൽകി ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് വരുന്നതോടെ ഓരോ വിഭാഗത്തിനും പ്രത്യേകം ശസ്ത്രക്രിയാ മുറികൾ സജ്ജമാകും. അതോടെ ഇതിൽ കൂടുതൽ മികച്ച സേവനം നമ്മുടെ നാടിന് നൽകാനാവുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീർ തണ്ണീനമൃത പ്രകാശനം ചെയ്തു. ചലച്ചിത്ര താരം നിത്യദാസ് പ്രകാശനകർമ്മം നിർവഹിച്ചു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീർ തണ്ണീനമൃതിന്റെ പ്രകാശനകർമ്മം ചലച്ചിത്ര താരം നിത്യദാസ് നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ A. വി. മാധവ് പൊതുവാൾ ഏറ്റുവാങ്ങി. എഡിറ്റർ പ്രിയേഷ് പൊതുവാൾ സുവനീർ പരിചയപ്പെടുത്തി. അതിലൊരു ഭാഗമാകാൻ കഴിയുന്നില്ല. അതെനിക്ക് വളരെയധികം സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ഈ അമ്പലത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് പെൺകുട്ടിയോടുള്ള അമ്മമാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതാന്ന് പറയും. പക്ഷെ എന്റെ പെൺകുട്ടി വന്നിട്ടില്ല, അമ്മ വന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ മോൾക്ക് വേണ്ടിയിട്ട്.
ഞാൻ വിചാരിച്ച അവളെ കൂട്ടിയിട്ട് കർണാടകത്തിൽ പോയാൽ അത് പോയി അമ്മ കാരണം അത് കുറഞ്ഞു പോയിരുന്നത്. പക്ഷെ എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വരാനും നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ VP സുമിത്രൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KP സുനിൽകുമാർ, K ശ്രീനാഥ്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുരേഷ് പാറന്തട്ട, KKP സുരേഷ് കുമാർ, VTV നാരായണൻ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ അത്തായി വിജയൻ, PU രമേശൻ, E ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സുവനീർ കമ്മിറ്റി ചെയർമാൻ CK പ്രമോദ് സ്വാഗതവും രവീന്ദ്രൻ പുതിയടത്ത് നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വർഷങ്ങളായി അന്നദാനം നടക്കുന്ന പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഊട്ടുപുരയുടെ പിന്നാമ്പുറത്ത് ഒറ്റയാൾ ശുചീകരണ പ്രവർത്തനവുമായി KV കരുണാകര പൊതുവാൾ. 80ന്റെ നിറവിലും ഒരു നിയോഗം പോലെ ഈ പ്രവൃത്തി തുടരുകയാണ് ഇദ്ദേഹം. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 80 വയസ്സിന്റെ നിറവിലും ഇവിടെ ശുചീകരണ പ്രവർത്തനത്തിൽ സജീവ പങ്കാളിയായി വർഷങ്ങളോളം ചിലവഴിച്ച ഒരു മനുഷ്യനുണ്ട്, KV കരുണാകര പൊതുവാൾ. എന്താണ് ഈ അണിയറയിൽ പ്രവർത്തിക്കാറുള്ളത്? അതായത് ഈ പാചക വേസ്റ്റുകളും അതുപോലെ അവിടെ ക്ലീൻ ചെയ്യാനും ആ ഒരു എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത്? എനിക്ക് എന്തുകൊണ്ടോ ആദ്യം തന്നെ തോന്നിയത് ഈ ഭാഗമാണ്. മാത്രമല്ല, ഞാൻ ഈ സുബ്രഹ്മണ്യൻ്റെ ആശ്രയ കുടുംബത്തിലെ ഒരംഗമാണ്. ഈ കാറ്റ് കൊണ്ടിട്ട് ഇവിടുത്തെ ചോറ് കൊണ്ടിട്ട് വളർന്നെടുത്തനാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ രംഗമാണ് ഏറ്റവും നല്ലത് എനിക്കെന്ന് തോന്നി. ആരും നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനൊന്നും വരില്ല, സ്വയം എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ ദിവസേന ബാച്ച് മാറി മാറി ഒരു ബാച്ചപ്പ് എൻ്റെ കൂടെ ഉണ്ടാവും, എന്നെ സഹായിക്കാനുണ്ടാവും. അപ്പോൾ അവരുടെ സഹായവും എൻ്റെ ഇതും പ്രവർത്തനവും കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയെല്ലാം ഭഗവാന്റെ കൈമലാണ്. ഇപ്പം എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു നിസ്വാർത്ഥ സേവനം അമ്പലത്തിന് വേണ്ടി തുടങ്ങിയിട്ട്? ഒരു 45 കൊല്ലമായിട്ടുണ്ടാവും. ഞാൻ 80ലും 81ലും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഇങ്ങോട്ട് പിന്നെ കാലങ്ങൾ മാറി. അന്ന് ചെറിയ പിരിവും ചെറിയ പരിപാടികളാണ്. അവിടെ ഇങ്ങോട്ട് ഒരുപാട് ഈ 45 കൊല്ലത്തിനിടയിലെല്ലാം ഭയങ്കര വളർച്ച വന്നു. ഇപ്പം എല്ലാവരും അടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ക്ലീൻ ചെയ്യൽ, അതുപോലെ ബ്ലീച്ചിങ് പൗഡറിൽ അടിച്ചു വരുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. അപ്പം ആ ഒരു ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് പെരുമാളം തോന്നിച്ചതെന്ന് ഞാൻ പറയുന്നു. കാരണം ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ട് വരുന്നതല്ല. ഞാൻ ഇവിടുത്തെ ചോറുകൊണ്ട് വളർന്നവനാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം, ഒരു ബാധ്യത എൻ്റെ അടുത്ത് ഉണ്ട്. അത് ഞാൻ തീർത്തു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതുവരെ ഈ തീയതി വരെ ആയി. ഇനി ഇടുന്ന 4-5 ദിവസമല്ലേ ഉള്ളൂ. അത് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് കുറച്ച് വിശ്വാസക്കാരനാണ് ഞാൻ. ഈ നിസ്വാർത്ഥ സേവനം ഇദ്ദേഹത്തെ ആരും ഏൽപ്പിച്ച് ചെയ്യുന്നതല്ല, സ്വന്തം തോന്നി അമ്പലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് വർഷങ്ങളോളം. അപ്പോൾ എന്തായാലും ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും ഇതുപോലെ സജീവമായി എല്ലാ രീതിയിലും സഹകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ന്യൂസ് അവറിൽ ഇനിയൊരു ഇടവേള. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രോത്സവത്തിൽ ഇക്കുറി ബലിബിംബം എഴുന്നള്ളിക്കാൻ നിയോഗം ലഭിച്ചത് വരുൺകുമാർ നമ്പൂതിരിക്ക്. രാമന്തള്ളി കുന്നരു തിരുവില്ലാംകുന്ന് ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇദ്ദേഹം. ഇത്തവണത്തെ ആരാധനയ്ക്ക് ഭഗവാന്റെ ബലിബിംബം എഴുന്നള്ളിക്കാൻ നിയോഗം ലഭിച്ച ഉപ്പൂര് MS വരുൺ നമ്പൂതിരിയാണ് നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ആ നിയോഗത്തെ? എല്ലാം പെരുമാളിൻ്റെ അനുഗ്രഹമായി കാണുന്നു. സാധാരണ എല്ലാ വർഷവും ഉത്സവത്തിന് ഞാനിവിടെ വരാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കീശാന്തിമാർ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ അതൊരു അതിശയത്തോടുകൂടി 3 മണിക്കൂറിലധികം നിൽക്കാനുണ്ട്. ഒരു അതിശയത്തോടു കൂടിയാണ് ഞാൻ കാണാറുള്ളത്. പക്ഷേ പെരുമാളുടെ അനുഗ്രഹത്താൽ ഈ വർഷം അത് എനിക്ക് നിയോഗമായിട്ട് വന്നു എന്നുള്ളത് അത്യർവവും സന്തോഷവും അതിലുപരി അനുഗ്രഹമായി കാണുന്നു. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് വാക്കുകളില്ല. ഒരു നിയോഗമായി തന്നെ ഞാൻ കാണുന്നു. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രോത്സവത്തിൽ പെരുമാളുടെ ബലിബിംബം ഇക്കുറി തലയിലേറ്റി എഴുന്നള്ളിക്കാനുള്ള നിയോഗം ലഭിച്ചത് ചന്തേര പടിഞ്ഞാറേക്കരയിലെ ഉപ്പൂര് വരുൺകുമാർ നമ്പൂതിരിക്കാണ്. ഉത്സവകാലത്ത് മാത്രമുള്ള ദൗത്യമാണ് വരുൺകുമാർ ഏറ്റെടുത്തിരിക്കുന്നത്. ചന്തേര ഗ്രാമത്തപ്പൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ആദ്യമായി മേൽശാന്തിയായത്. പിന്നീട് 8 വർഷം ഇളയാവൂർ ഭരതക്ഷേത്രത്തിലും 2 വർഷം മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലും മേൽശാന്തിയായി. ഇപ്പോൾ രാമന്തളി കുന്നരു തിരുവില്ലാംകുന്ന് ശിവക്ഷേത്രത്തിൽ 8 വർഷമായി മേൽശാന്തിയാണ്.
സാധാരണ ഈ അമ്പലത്തിലെ തന്നെ കീശാന്തിമാരാണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്രാവശ്യം അങ്ങനെ പുറത്തുനിന്നുള്ള ഒരാൾക്ക് ആ ഒരു നിയോഗം ലഭിച്ചത്? അത് നിലവിലുള്ള കീശാന്തിമാർക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ 3 മണിക്കൂർ അത് എഴുന്നള്ളിച്ച് നിൽക്കാൻ ചെറിയ പ്രയാസമുള്ളത് കൊണ്ട് അവർ മറ്റൊരു കീശാന്തിയെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ എന്നിലേക്കത് എത്തിച്ചേരുകയുണ്ടായത്. അവർക്ക് വൈകാരികം കൊണ്ടാണ്, അസുഖം കുറച്ചുള്ളതുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് എന്നിലേക്ക് എത്തിയത്. ശരിക്കും നമ്മൾ കാണുന്നത് ചെറിയൊരു വിഗ്രഹം മാത്രമാണ്. ശരിക്കും അതിന് നല്ല ഭാരമുണ്ട്, അതുപോലെ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നുമുണ്ട്. ആ ഒരു സമയം എന്താണ്, എങ്ങനെയാണ് അത് തരണം ചെയ്യുന്നത്? എങ്ങനെയാണ് അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ ഉള്ളത്. ഞാൻ നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ ഒരു ലെവലേശം പോലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഈ സമയം വരെ അനുഭവിച്ചിട്ടില്ല. അത് മുഴുവൻ ആ ഭാരം എനിക്കത് ഭാരമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള സമയം കടന്നു പോകുന്നത് പോലെ 3 മണിക്കൂർ എന്ന് വെച്ചാൽ കണ്ണ് ചിമ്മി തീരുമ്പോൾ 3 മണിക്കൂർ കടന്നു പോകുന്ന പോലെ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഭഗവാന്റെ ചൈതന്യമാണ് എൻ്റെ ശിരസിലുള്ളത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ്. അപ്പോൾ ആ ചൈതന്യം തന്നെയാണ് അതിൻ്റെ ഭാരം ഇല്ലാതാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വർഷങ്ങളിലും ആ നിയോഗം താങ്കൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് നടപ്പിലാക്കുന്നതിനെതിരെ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പഴയങ്ങാടി ഡിവിഷൻ കമ്മിറ്റി കരിദിനം ആചരിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് നടപ്പാക്കുന്നതിനെതിരെ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പഴയങ്ങാടി ഡിവിഷൻ കമ്മിറ്റി കരിദിനം ആചരിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. EM ഏലിയാസ് സംസാരിച്ചു. പ്രതിഷേധ പ്രകടനവും നടന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ലേബർ കോഡിന്റെ പകർപ്പ് കത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കുമ്പോഴുള്ള ഗഹാൻ ഫീസ് ഉൾപ്പെടെ 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ സഹകരണ ജീവനക്കാർ തൃക്കരിപ്പൂർ ടൗണിൽ പണിമുടക്കി പ്രതിഷേധ പ്രകടനം നടത്തി. KP ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ വായ്പാ കുടിശ്ശിക വരുത്തുന്നവർക്ക് നിയമ നടപടി നേരിടേണ്ടി വരുമ്പോൾ ആർബിട്രേഷൻ ഫീസ് 5000 രൂപയുണ്ടായിരുന്നത് 10,000 വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക, സഹകരണ സ്ഥാപനങ്ങളെ കാര്യമായി ബാധിക്കുന്ന സഹകരണ സംഘം ശാഖ രജിസ്ട്രേഷൻ ഫീസ് ഇരട്ടിയിലധികമായി ഉയർത്തിയത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ രംഗത്തെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സമരം നടത്തിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം വെള്ളാപ്പ് റോഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സഹകരണ മേഖല തകർക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റും മറ്റൊരു ഭാഗത്ത് ഇതിനെ സംരക്ഷിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റും മത്സരിച്ച് തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ക്ലാസിഫിക്കേഷൻ കരട് കൊണ്ടുവന്നിട്ടുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഷാജി തൈക്കിൽ, T സുരേശൻ, സുബേർ പള്ളത്തിൽ, V ജയരാജൻ, K രാജീവൻ, O സുജാത, PP രാമദാസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. ഈ വഴിയിൽ പൊതുരംഗത്ത് പ്രവേശിച്ച വീട്ടമ്മ ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്. പയ്യന്നൂർ നഗരസഭ 40-ാം വാർഡ് LDF സ്ഥാനാർത്ഥി പ്രീതി രാജേഷാണ് ആ സ്ഥാനാർത്ഥി. പയ്യന്നൂരിന്റെ മരുമകളായി പയ്യന്നൂരിലെത്തി ഇപ്പോൾ പയ്യന്നൂരുകാരുടെ മനം കവർന്ന 40-ാം വാർഡ് സ്ഥാനാർത്ഥി പ്രീതി രാജേഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്താണ് ഈ പയ്യന്നൂരിലെത്തിയതിന്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? 2001 കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തുന്നത്. അന്നേരം 10 വർഷം ഞാൻ എവിടെയും പൊതുരംഗത്ത് എവിടെയും ഉണ്ടായിട്ട. 2014 കുടുംബശ്രീയിലേക്ക് എത്തുന്നത്. അന്നേരം കുടുംബശ്രീൻ്റെ സെക്രട്ടറി ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന നിലയിലാണ് നമ്മുടെ കൗൺസിലറായിട്ട് ഉഷേച്ചിയെ എടുക്കുന്നത്. അന്നേരം കൗൺസിലർ പറഞ്ഞു, ഒന്ന് നീ കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കുടുംബശ്രീയിലെ ADS ആയിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നിപ്പോൾ 9 വർഷക്കാലമായി കുടുംബശ്രീയിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ
കുടുംബശ്രീൻ്റെ വൈസ് ചെയർപേഴ്സണായി CDSൻ്റെ പയ്യന്നൂർ നഗരസഭയിലെ CDSൻ്റെ വൈസ് ചെയർപേഴ്സണായിട്ട് ഏറ്റവും 4 വർഷം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ടൈലറിംഗ് ജോലി ചെയ്ത് ജീവിതം കരുപ്പിടിപ്പിക്കുന്ന സാധാരണ വീട്ടമ്മയാണ് കണ്ടോത്ത് കിസാൻ കോവലിലെ പ്രീതി രാജേഷ്. 15 വർഷം മുൻപ് കുടുംബശ്രീയുടെ ഭാഗമായി, അയൽക്കൂട്ടം സെക്രട്ടറിയായി, പിന്നെ വാർഡ് ADS ഭാരവാഹി. കഴിഞ്ഞ 4 വർഷമായി പയ്യന്നൂർ നഗരസഭ CDS ഉപാധ്യക്ഷ. ഇതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതി മേട്രനായും കിസാൻ വായനശാല ലൈബ്രറിയനായും പ്രവർത്തിക്കുന്നു. ഈ ചുമതലകൾക്കെല്ലാം അവധി കൊടുത്ത് നഗരസഭ 40-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് പ്രീതി രാജേഷ്. അപ്പോൾ എന്താണ് ഈ വാർഡിൽ നിന്ന് ജയിച്ചാൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ? ഇപ്പോൾ നമുക്ക് കിട്ടിയ 40-ാം വാർഡിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് നരിയഞ്ചേരി മുതൽ പിന്നെ ആയുർവേദ റോഡ് വരെയാണുള്ളത്. അപ്പോൾ നമുക്ക് 40-ാം വാർഡിൽ വികസനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. അതേപോലെ പിന്നെ റോഡിൻ്റെ വികസനമുണ്ട്, നമ്മളെ ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വാർഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനിൽ ജനങ്ങളും ഇടപെടും, എൻ്റെ ഒന്നിച്ച് തന്നെ ഉണ്ടാവും എന്നൊരു വിശ്വാസമുണ്ട്. ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. നഗരസഭയുമായും കുടുംബശ്രീയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അനുഭവം മുതൽക്കൂട്ടാകുമെന്ന് പ്രീതി ഉറച്ച് വിശ്വസിക്കുന്നു. ജനങ്ങളുടെ പിന്തുണയിൽ വാർഡിൽ വികസന മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും പ്രീതി പറയുന്നു. ഇപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് ആൾക്കാരായിട്ട് കൂടുതൽ സംവദിക്കാൻ സാഹചര്യം കിട്ടിയിട്ടുള്ളത്? കുടുംബശ്രീ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്ലാസ് എടുക്കാനും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും കുടുംബശ്രീയാണ്. പിന്നെ ലൈബ്രറിയൻ 1.5 വർഷമായി ഞാൻ ലൈബ്രറിയനായിട്ട് തുടർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിലും ആൾക്കാരുമായി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനും പുസ്തകങ്ങൾ എടുക്കാനും കുട്ടികളുമായിട്ടും നല്ലൊരു സംവാദത്തിന് ഏർപ്പെടാനും നല്ല ഒരു വ്യക്തി എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ മഹിളാ അസോസിയേഷൻ്റെ പേരിലും നല്ല രീതിയിൽ പ്രവർത്തനമുണ്ട്. പിന്നെ കർഷക സംഘം, അങ്ങനെ എല്ലാ മേഖലകളിലും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും വരുന്ന ഇലക്ഷനിൽ എന്തായാലും ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ ഡയറീസ് ഐക്കൺ ഓഫ് പയ്യന്നൂർ പുരസ്കാര സമർപ്പണവും സുരേഷ് രാമന്തള്ളിയുടെ പ്രണയിക്കുകയായിരുന്നു നാം എന്ന ഗാനസമാഹാരത്തിന്റെ പ്രകാശനവും നവംബർ 28-ന് വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂരിലെ ഓൺലൈൻ കൂട്ടായ്മയായ പയ്യന്നൂർ ഡയറീസിന്റെ 3ാമത് പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത എഴുത്തുകാരൻ M. ദാമോദരനാണ്. ജലജീവിതം, ഓരോരോ ജന്മങ്ങൾ, അരുൾ രാജിന്റെ ജീവിതവും മറ്റു കഥകളും, ഇടതുപക്ഷവും സക്കറിയയും ലൈംഗികതയും, കൗശലങ്ങളും കരകൗശലങ്ങളും, ഉത്തരാഖണ്ഡ് യാത്രകൾ തുടങ്ങിയ സാഹിത്യകൃതികളിലൂടെ മലയാള സാഹിത്യ ലോകത്ത് അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് M. ദാമോദരൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് മനോജ് ഖാന പയ്യന്നൂർ ഡയറീസ് പുരസ്കാരം M. ദാമോദരന് നൽകി ആദരിക്കും. ചടങ്ങിൽ മലയാള ഗാന സാഹിത്യരംഗത്ത് തന്റേതായ ഭാവഗീതങ്ങളിലൂടെ ശ്രദ്ധേയനായ സുരേഷ് രാമന്തളി രചിച്ച ഗാനങ്ങളുടെ സമാഹാരമായ പ്രണയിക്കുകയായിരുന്നു നാം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും. കവി മാധവൻ പുറച്ചേരി ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി M. പ്രദീപ് കുമാറിന് നൽകി പ്രകാശനം നിർവഹിക്കും. എതിർദിശ പത്രാധിപർ PK സുരേഷ് കുമാർ പുസ്തക പരിചയം നടത്തും. മനോജ് ഖാന മുഖ്യപ്രഭാഷണം നടത്തും. ജയനാരായണൻ P, പ്രകാശ് ബാബു C, സുരേഷ് രാമന്തളി, പ്രശോഭ് കുട്ടമത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ VP കുഞ്ഞിരാമ പൊതുവാളിന്റെ 24-ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ ഉദ്ഘാടനം ചെയ്തു. രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് VP കുഞ്ഞിരാമ പൊതുവാളിന്റെ 24-ാം ചരമവാർഷികം രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് PV ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ സ്ഥലമൊക്കെ എടുത്തത്. ഇന്ന് അദ്ദേഹത്തിന്റെ 24 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന വേളയിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കേണ്ടത് ആ ഓഫീസൊക്കെ നമുക്ക് സ്വായത്തമാക്കി നമുക്കവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു നല്ലൊരു ഓഫീസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ കൂടി നടക്കേണ്ടതായിട്ടുണ്ട്. DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV സുരേന്ദ്രൻ, KM കോമളവല്ലി, KM തമ്പാൻ, BP ഗംഗാധരൻ, K. ചന്ദ്രൻ, PP നാരായണി, നളിനി ശ്രീധരൻ, ഷർമിള മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിൽ വിവിധ മേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം വിജയഭേരി 2025 സംഘടിപ്പിച്ചു. മാടായി BPC കെ രഞ്ജിത്ത് ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. നമ്മുടെ കുട്ടികൾ എത്രമേൽ മികവ് കാണിക്കുന്നവരാണ് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ നിരനിരയായി വച്ചിട്ടുള്ള മൊമെന്റ്. കാണിക്കുന്നത് മികവാണ് അടയാളപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ മക്കളോട് 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം പറയും. ഉത്തരം പറഞ്ഞാൽ മാഷിന്റെ ബാഗിൽ 2 സമ്മാനം നിങ്ങൾക്ക് തന്നിട്ടേ മാഷ്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിൽ വിവിധ മേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം വിജയഭേരി 2025 സംഘടിപ്പിച്ചു. കലാമേള, പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, കായികമേള, IT, വിവിധ ക്വിസ് മത്സരങ്ങൾ എന്നിവയിൽ സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കാണ് അനുമോദനം ഒരുക്കിയത്. SMC ചെയർമാൻ M സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ MV വിനോദ് കുമാർ, M ശശീന്ദ്രൻ, K ശോഭ, PV പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് CN ധന്യ, വൈസ് പ്രസിഡന്റ് ശ്രീജ ജീവൻ, സുമേഷ് M, സ്റ്റാഫ് സെക്രട്ടറി ഷർമിള KM തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാനായി ശ്രീ അയ്യപ്പ ഭജനമഠത്തിലെ മണ്ഡല മഹോത്സവത്തിന്റെയും പുതിയതായി നിർമ്മിച്ച സ്റ്റേജ്, സാംസ്കാരിക നിലയം എന്നിവയുടെയും ഉദ്ഘാടനം നവംബർ 28, 29 തീയതികളിൽ നടക്കും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാനായി ശ്രീ അയ്യപ്പ ഭജനമഠത്തിലെ മണ്ഡല മഹോത്സവത്തിന്റെയും പുതുതായി നിർമ്മിച്ച സ്റ്റേജ്, സാംസ്കാരിക നിലയം എന്നിവയുടെയും ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. MP രാജ്മോഹൻ ഉണ്ണിത്താൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. MLA TA മധുസൂദനൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. മുൻ ഗുരുസ്വാമി കല്ലറ കൊട്ടാരത്തിൽ ഗോപാലൻ നായരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം നൽകി ഈ വർഷം മികച്ച കർഷകനായ സദാനന്ദൻ T, യുവശില്പി അനുരാജ് കാനായി, ഇന്ത്യൻ വോളിബോൾ താരം ആനന്ദു പേരൂർ എന്നിവരെ ആദരിക്കും. പ്രദേശത്തെ പ്രായഭേദമന്യേ 60 സ്ത്രീകളുടെ മെഗാ ഫ്യൂഷൻ ഷോ അരങ്ങേറും. പയ്യന്നൂർ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന വിൽക്കലാമേള ചാത്തപ്പൻ പള്ളി കണ്ടൻകുട്ടി അരങ്ങേറും. 29 രാവിലെ മഹാഗണപതി ഹോമവും തുടർന്ന് നാരായണീയ പാരായണവും കൃഷ്ണകൃപ നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും. തുടർന്ന് അക്ഷരശ്ലോകം, എരമത്തപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഭജന, പ്രദേശവാസികളുടെ നൃത്തപരിപാടികൾ എന്നിവയുണ്ടാകും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AV വിനോദ് കാനായി, സജീവൻ PP, സുരേഷ് കാനായി, PKV ശങ്കരൻ മാസ്റ്റർ, രവീന്ദ്രൻ K, ഷീബ മധു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കീഴറ ഗാന്ധി കൂട്ടായ്മ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. ഗാന്ധി കൂട്ടായ്മ ചെയർമാൻ രഘുരാമൻ കീഴറ ഉപഹാര വിതരണം നിർവഹിച്ചു. കീഴറ ഗാന്ധി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. ഗാന്ധി കൂട്ടായ്മ ചെയർമാൻ രഘുരാമൻ കീഴറ ഉപഹാര വിതരണം നിർവഹിച്ചു. ആതുര സേവന രംഗത്ത് ശ്രദ്ധേയ പ്രവർത്തനം കാഴ്ചവെച്ച KM ജോസ്ന, പത്രവിതരണ രംഗത്ത് 5 പതിറ്റാണ്ട് ജോലി ചെയ്ത കീഴറയിലെ കുന്നരുവത്ത് രാമൻ എന്നിവരെ ആദരിച്ചു. ദീന സ്റ്റീഫൻ, അനിത TK, കൃഷ്ണൻ കുറ്റിയേരി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള പ്രവാസി സംഘം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കുടുംബസംഗമം നവംബർ 28 വെള്ളിയാഴ്ച വൈകിട്ട് 3:30 ചന്തപ്പുര സാംസ്കാരിക നിലയത്തിൽ നടക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.